രാഹുൽ ഗാന്ധി പറയുന്നത് വിശ്വസിക്കാൻ ഇന്ത്യയിൽ ആളുണ്ടാകുന്നു. ആദ്യമായി മോദിക്കപ്പുറം ഒരു സത്യമുണ്ടെന്നും ആ സത്യം രാഹുൽ ഗാന്ധി പറയുന്നത് ആവാമെന്നും ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ചൊരു കാലമാണ്. കാറ്റുമാരി വീശി തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ വില്ലാളി വീരൻ കിതയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി കുതിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കുതിപ്പ് ഇന്ത്യ സഖ്യത്തിലെ പല പല വിഷയങ്ങളിൽ ഇടഞ്ഞടിച്ചു നിന്ന പല സഖ്യകക്ഷികളെയും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിലൊരു കാരണമുണ്ടെന്നും ജനങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായെന്നും വോട്ട് ചോരി എന്ന 2 വാക്ക് ഇന്ത്യയിലെ ആളുകൾക്ക് മനസ്സിലായെന്നും പിടികിട്ടിയപ്പോൾ മമതാ ബാനർജി തിരിച്ചു വരുന്നു. ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ തിരിച്ചു വരാമെന്ന് പറയുന്നു. അവസാനം ബീഹാറിൽ എല്ലാവരും അവരുടെ ആളുകളെ അയക്കുകയാണ്. പാർലമെൻറ്റിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരും പൊരുതുകയാണ്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന് തീർത്തപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ വാഷ് ഔട്ടായിപ്പോയി. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ മോദിയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് അതാണല്ലോ. ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകളെയും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെയും കൂടെ നിന്ന് ചലിപ്പിക്കാൻ പറ്റിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഫോളോവേഴ്സുള്ള ഒരു നേതാവ്. ആ നേതാവിനെ കഴിഞ്ഞ 1 മാസം കൊണ്ട് രാഹുൽ ഗാന്ധി മറികടക്കുകയാണ്.